ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിനെ ഇൻസ്പയർ ചെയ്ത് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഒരു മിനി സീരീസ് ആണ് ഗ്രിസൽഡ. ഈ ഒരു സീരീസ് ഞാൻ കാണാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു സീരീസ് ചെയ്തിരിക്കുന്നത് ടീം ഓഫ് നാർക്കോസ് ആണ്. നാർക്കോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, വൺ ഓഫ് ദ കിഡിലം സീരീസ് ആയിരുന്നു. സോ ആ ഒരു സീരീസ് മേക്ക് ചെയ്ത ആൾക്കാരുടെ സീരീസ് എന്ന് പറയുമ്പോൾ അതും ആ ഒരു ഗാങ്സ്റ്റർ, ആ ഒരു കൊക്കെയിൻ, ആ ഒരു ഡ്രഗ് കാർട്ടലിനൊക്കെ റിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് അത് വേറെ സംശയമൊന്നും വേണ്ട, ആ ഒരു ലെവൽ തന്നെ ആയിരിക്കും. ആൻഡ് വേറൊരു കാര്യം കൂടി ഉണ്ട്, എന്നെ ഈ ഒരു സീരീസിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ലൈനാണ്. ഈ ഒരു കോണ്ടിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും വേണ്ട ഈ ഒരു സീരീസ് കാണാനായിട്ട്, കാരണം പാബ്ലോ എസ്കോബർ ആണ് ഇത് പറയുന്നത്. ആൻഡ് സീരീസ് എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചാൽ ഒരു അടിപൊളി സീരീസ് ആണ്. ആ 6 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. ആ 6 എപ്പിസോഡും വളരെ അടിപൊളിയായിട്ട് എന്നെ എൻഗേജ് ചെയ്യിപ്പിച്ച് നല്ലൊരു കിട്ടിലെ എക്സ്പീരിയൻസ് ഒന്ന് തന്നിട്ടുണ്ട്. ആ ഒരു ലൈഫ് ജേർണി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ നാർക്കോസ് കണ്ട പോലെ പാബ്ലോ എസ്കോബറിന്റെ 2 സീരീസ് ആയിട്ട് നമ്മൾ കണ്ടെങ്കിൽ ആ ഒരു കാര്യം തന്നെ അതേ ഒരു പാറ്റേണിലാണ് ഈ ഒരു ക്യാരക്ടറിന്റെ ലൈഫ് സ്റ്റൈലും പോകുന്നത്. കാരണം ഈ ഒരു ക്യാരക്ടറും അതുപോലെ ഡ്രഗ് കാർട്ടലും അല്ലെങ്കിൽ ഒരു വലിയ ഡ്രഗ് മാഫിയൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരാളാണ്. സോ ആ ഒരു ഗ്രിസെല്ല എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ റൈസ് ആൻഡ് ഫോൾ ആണ് ഈ ഒരു സീരീസിൽ സംസാരിക്കുന്നത്. ഒരു മിനി സീരീസ് ആണ്, ആ 6 എപ്പിസോഡുള്ളൂ. പക്ഷെ 6 എപ്പിസോഡ് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സീരീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു ക്യാരക്ടർ റൈറ്റിംഗ് ആണ് ഗ്രിസെല്ല എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ നമ്മൾ നാർക്കോസിന്റെ ഒരു പാബ്ലോ എസ്കോബറിന്റെ ഫാൻ ആയത് എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മൾ ആ പാബ്ലോ എസ്കോബറിന്റെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് അറിയാം ക്യാരക്ടർ എങ്ങനെയായിരുന്നു. അതേപോലെ എക്സാക്ട് ആയിട്ടാണ് ഈ ക്യാരക്ടറും അല്ലെങ്കിൽ ഈ ക്യാരക്ടർ വേൾഡ് ബിൽഡും വരുന്നത്. കാരണം രണ്ടുപേരുടെ ബിസിനസ് സെയിം ആണ്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പാറ്റേണും ഏകദേശം സെയിം പോലെ തന്നെയാണ്. ആകെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പാബ്ലോ എസ്കോബർ കൊളംബിയയിലും ഗ്രിസെൽഡ മയാമിയിലുമാണ്. മയാമിയിൽ ഗ്രിസെൽഡ എങ്ങനെയാണ് ഇത്ര വലിയ ഡ്രഗ് ഡീലർ ആയത്, അല്ലെങ്കിൽ ഇത്ര വലിയ ഗാങ്സ്റ്റർ ആയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അതും പാബ്ലോ എസ്കോബാറും അല്ലെങ്കിൽ ലോകത്തിന് ഒരുപാട് ഡ്രഗ് കാർട്ടൽസ് ഒക്കെ ഉള്ള ഒരു കാലമാണ്. സോ ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഒരു ലേഡി ആയിട്ട് ഇവരെങ്ങനെ മുന്നോട്ട് എത്തിയാൽ, അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ഡ്രഗ് കാർട്ടലിന്റെ കൺട്രോൾ ഇവരെ എങ്ങനെയാണ് എത്തിയത്, അല്ലെങ്കിൽ ഇവർ പൊസിഷനിൽ എത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്തു. സിമ്പിൾ ആയിട്ടൊന്നും കയറി വന്നതല്ല, ഒരുപാട് കൊലപാതകവും ഒരുപാട് ഗ്യാങ് വാസും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു 6 എപ്പിസോഡിനകത്ത് തന്നെ പറഞ്ഞു തീർക്കുന്നുണ്ട്. അധികം ലാഗും കാര്യങ്ങളൊന്നുമില്ല, വളരെ എൻഗേജിംഗ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നീടുള്ള ഒരു കാര്യം വെച്ചാൽ ഈ സീരീസിന്റെ ടൈം ലൈൻ ഷിഫ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്നാണ്. അതായത് ഒരു ലിമിറ്റഡ് സീരീസ് ആണ്, ആകെ 6 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു 6 എപ്പിസോഡിനോട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കണം. അതും വളരെ എൻഗേജിംഗ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു എപ്പിസോഡിന്റെ എൻഡ് ആയിരിക്കും. പക്ഷേ നെക്സ്റ്റ് വരുന്ന പറയുന്നത് 3 ഇയേഴ്സോ 5 ഇയേഴ്സോ അത്രയും വലിയ ഒരു ടൈം ലൈൻ ഷിഫ്റ്റ് തന്നെ വരുന്നുണ്ട്. സോ അങ്ങനെയാണ് ഈ ഒരു സീരീസിന്റെ ടൈം ലൈൻ പോകുന്നത്. ഈ ഒരു സ്റ്റോറിയുടെ ടൈം ലൈൻ എന്ന് പറയുന്നത് 70s 80s സോ ആ ഒരു കാലഘട്ടത്തിൽ ഒരു ലേഡി, അതും ഡ്രഗ് കാർട്ടലിന്റെ വലിയൊരു ഹൈ പൊസിഷനിലേക്ക് ഇരിക്കാന്ന് പറയാൻ അത്ര സിമ്പിൾ കാര്യമൊന്നുമല്ല. സോ ആ ഒരു സമയത്ത് പുള്ളിക്കാരി അറിയപ്പെടുന്ന ക്യൂൻ ഓഫ് കൊക്കെയിൻ അല്ലെങ്കിൽ ഗോഡ് മദർ എന്നൊക്കെയാണ്. സോ അങ്ങനത്തെ ഒരു ടൈറ്റിലൊക്കെ പുള്ളിക്കാരി കിട്ടിയെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ജസ്റ്റ് ഊഹിച്ച് നോക്കാന്നേ ഉള്ളൂ. ആ ഒരു ടൈമിൽ തന്നെ പുള്ളിക്കാരുടെ കൂടെ ഉള്ള എല്ലാവരും ഇങ്ങനെ പറയും, ഓക്കെ നീ ഒരു പെണ്ണാണ്, നിനക്ക് പറ്റിയ ഒരു ഫീൽഡല്ല, നീ ഒഴിഞ്ഞു മാറണം, കൂടെ നിൽക്കാൻ പാടില്ല. അതായത് പുള്ളിക്കാരെ ഭയങ്കര ഇൻസൾട്ട് ചെയ്യും. ഇപ്പം കൊക്കെയിൻ സെയിൽസിന് വേണ്ടി പോയാലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു തുടക്കകാലത്തിൽ പുള്ളിക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ അന്നത്തെ വലിയൊരു ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ തട്ടിക്കളയും. ഓക്കെ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ മറ്റേ സിമ്പിൾ ആയിട്ട് അങ്ങനെ ഇൻസൾട്ട് ചെയ്തൊക്കെ ഇടും. പക്ഷെ പുള്ളിക്കാരി കൊടുക്കുന്ന ഒരു റിവെഞ്ച് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതിന്റെ ആൻസേഴ്സ് ആയിട്ട് പുള്ളിക്കാരി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എന്റെ മോനെ കിട്ടിലാണ്. അതായത് ആൻസേഴ്സ് കൊടുക്കുന്നത് അന്ന് ഒരുപാട് ഒരു കളിയാക്കി, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് പുള്ളിക്കാരുടെ റൈസ് ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരുപാട് ഒരു പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും എല്ലാം കേട്ട് സമയം വരുമ്പോൾ തിരിച്ചു കൊടുക്കാമെന്ന് ഇരുന്നിട്ട് പുള്ളിക്കാരുടെ ടൈം വരുമ്പോൾ, അല്ലെങ്കിൽ പുള്ളിക്കാരി ഒരു ടെറിട്ടറി തന്നെ ഇങ്ങനെ കൺട്രോൾ എടുക്കുമ്പോൾ തിരിച്ചു കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല. അത് സീരീസിലൊക്കെ എനിക്കറിയത്തില്ല എത്രമാത്രം ഡീറ്റെയിൽഡ് കാണിച്ചിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ സീരീസിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും. റിയൽ ലൈഫിൽ അവർ ചെയ്തു കൂട്ടിയതിന്റെ ഒരു 1% അല്ലെങ്കിൽ 5% മാത്രമേ സീരീസിൽ കാണിക്കത്തുള്ളൂ. കാരണം ഈ ഒരു സീരീസ് കണ്ടതിന് ശേഷം ഈ ഒരു ക്യാരക്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഗൂഗിളിലും കുറെ വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായി പുള്ളിക്കാരി ആ ഒരു ടൈമിൽ ഏത് ലെവലായിരുന്നുള്ള കാര്യം. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നാർക്കോ സീരീസ് എങ്ങനെയാണോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സീരീസിന്റെ സ്റ്റോറി ടെല്ലിങ്ങും ആ ഒരു സ്ട്രക്ചറൊക്കെ എങ്ങനെയാണോ അതേപോലെയാണ് ഈ ഒരു സീരീസിലോട്ട് വരുമ്പോൾ എക്സാക്ട് സെയിം അല്ല. അതേപോലെ ഒരു ഡ്രഗ് കാർട്ടലും അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറിയും അല്ലെങ്കിൽ ആ ഒരു ഡ്രഗ് മാഫിയൊക്കെയാണ് ഇവിടെ വരുമ്പോൾ ആ ഒരു പോലീസ് ഓഫീസറിന്റെ കാര്യങ്ങളായാലും ക്യാരക്ടേഴ്സിന്റെ ആയാലും എല്ലാം ഒരു എക്സാക്ട് സെയിം പോലെ നമുക്ക് ഫീൽ ആവും. സോ ആ ഒരു വൈബിൽ തന്നെ കാണാൻ പറ്റിയ ഒരു കിഡിലം സീരീസ് ആണ്. സോ നാർക്കോസ് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ, അല്ലെങ്കിൽ നാർക്കോസിന്റെ ഒരു വലിയ ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടും. കാരണം അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു സീരീസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ ഒരു മേക്കിംഗ് ആണ്. അത് ഒരു രക്ഷയില്ല, ഭയങ്കര ക്വാളിറ്റി ആയിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത് ഓരോ കാര്യങ്ങളും. അപ്പോൾ ആ ഒരു 80s 70s കാറായാലും ബിൽഡിങ്സ് ആയാലും ഡ്രസ്സ് ആയാലും, കാരണം നമ്മൾ നാർക്കോസിൽ എന്താണ് കണ്ട എക്സാക്ട് നാർക്കോസിന്റെ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. സോ അതേപോലെയാണ് ഈ ഒരു സീരീസിലോട്ട് വരുമ്പോഴും. സോ എന്തായാലും സീരീസ് ചെക്കൗട്ട് ചെയ്ത് നോക്കാം, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഒരു മിനി സീരീസ് ആണ്, ആകെ 6 എപ്പിസോഡ് ഉള്ളൂ. ഓരോ എപ്പിസോഡും എനിക്ക് തോന്നുന്നു ഒരു 1 hour ഡ്യൂറേഷൻ ഉള്ളൂ. സോ ഒരു ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സീരീസ് ആണ്, അല്ലെങ്കിൽ മാക്സിമം കൂടി 2 ദിവസം. സോ കണ്ടു നോക്കുക, ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നാർക്കോസ് ഒക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം അങ്ങനത്തെ രീതിയിലുള്ള ക്യാരക്ടർ പ്രസന്റേഷനും ആ ഒരു മേക്കിങ്ങും ആ ഒരു വേൾഡ് ബിൽഡാണ് ഇവിടെ വരുമ്പോഴും. കാരണം സെയിം ആണ്, കാരണം അതേ ഒരു ഡ്രഗ് കാർട്ടൽ മോഡലാണ് ഈ ഒരു സീരീസ് മുന്നോട്ട് പോകുന്നത്. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. സീരീസ് ഓൾറെഡി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.